ഞാൻ ഈ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നതേ ഒരു പ്രധാനപ്പെട്ട വാർത്ത കണ്ടിട്ടാണ്. ബംഗ്ലാദേശ് വോവ്സ് ടു പെർസ്യൂ ഷെയ്ഖ് ഹസീനാസ് റിട്ടേൺ ഫ്രം ഇന്ത്യ മേ സീക്ക് ഗ്ലോബൽ സപ്പോർട്ട്. ബംഗ്ലാദേശ് ശപഥം ചെയ്തിരിക്കുന്നു ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരും. അതിന് ഗ്ലോബൽ സപ്പോർട്ടും ചോദിക്കാൻ തീരുമാനിച്ചു. സപ്പോർട്ട് ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകാൻ പോകുന്നതേ ഉള്ളൂ. ബംഗ്ലാദേശ് ഇൻറ്ററിം ഗവൺമെൻറ് ഓൺ ട്യൂസ്ഡേ. ഈ ബംഗ്ലാദേശിൻ്റെ ഇൻറ്ററിം ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻറ്ററിം ഗവൺമെൻറ് ആണെങ്കിൽ അതിൻ്റെ പ്രധാനമന്ത്രി ആരാ? മുഹമ്മദ് യൂനുസോ? അങ്ങനെ അഡ്വൈസറല്ലേ? ഈ ഇൻറ്ററിം ഗവൺമെൻറ് ഇത് റോയിട്ടേഴ്സിൻ്റെ ന്യൂസാണ്. വെറുതെ ഇല്ലാത്തൊരു ഗവൺമെൻറ്റിനെ ഉണ്ടെന്ന് പറയും. അവിടെ കുറേ ഉപദേശികളുടെ ഭരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. പ്രധാനി ആരുമില്ല. എന്നുവെച്ചാൽ പിണറായി വിജയനില്ല, ശിവശങ്കരനുണ്ട് എന്ന് വയ്ക്കുക. ആ അവസ്ഥയാണ്. അപ്പോൾ ഓൺ ട്യൂസ്ഡേ സെറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് എഫർട്ട് ടു ബ്രിങ് deposed Prime Minister Sheikh Hasina back from India and will seek international intervention if necessary. വേണമെങ്കിൽ, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ അസിസ്റ്റൻസ് ചോദിക്കും. അതില്ലാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഈ കക്ഷിയെ കൊണ്ടുവരാൻ അറിയാം. ആരാ അവിടെ? എന്തെന്ന് നിങ്ങൾ പേര് പറഞ്ഞ? നരേന്ദ്ര മോദി. മോദി. ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. അയാൾ പറഞ്ഞ് കേട്ടാ, ഞങ്ങൾക്ക് ആളെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞേക്ക്. അവർ കഴിഞ്ഞ ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ താമസിക്കുകയാണ്. അനാവശ്യമായ വാചകമടിയോ സംഗതിയോ ഒന്നുമില്ല. ബംഗ്ലാദേശിൽ ഒരു ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഉണ്ട്. ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ മുഹമ്മദ് യൂനുസിനെയാണ്. അയാളുടെ കൂട്ടാളികളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ആ ക്രൈംസ് ട്രിബ്യൂണലാണ് ഇവർക്കെതിരെ വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ. എന്തിനാണെന്നറിയാമോ? ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ജനോസൈഡ്. മനുഷ്യത്വത്തിനെതിരെ, മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റം. അതുകൂടാതെ വംശഹത്യ. ഇത് രണ്ടും ഷെയ്ഖ് ഹസീന ചെയ്തിട്ടില്ല. ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ ഇത് രണ്ടും പതിവാണ്. അതിന് ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലൊന്നും വേണ്ട, നമ്മുടെ സാമാന്യ ബുദ്ധി മതി. ട്രിബ്യൂണലും ക്രൈമും ഒക്കെ എന്തിനാ? ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. 25,000 ടൺ അരി, 25,000 ടൺ അരി ഇന്ത്യയിൽ നിന്ന് കൊടുത്തിട്ടാണ് മുഹമ്മദ് യൂനുസ് പച്ചപ്ലാവിലെടുത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓർഡറാ അവളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കിടാന്നൊക്കെ പറയുന്നത്. ഇവരൊരു കത്ത് തന്നു ഇന്ത്യക്ക്. ഇന്ത്യ അത് മൈൻഡിൽ റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. കാരണം എക്സ്ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയൊന്നുമില്ല. ഇവർ നേരിട്ട് എന്തെങ്കിലും ക്രൈമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് എക്സ്ട്രഡീഷൻ. അല്ലാതെ ഒരു രാഷ്ട്രത്തലവനെ ഫോർ പൊളിറ്റിക്കൽ റീസൺസ്, രാഷ്ട്രീയ കാരണങ്ങളാൽ നിങ്ങൾ പുറത്താക്കുക, എന്നിട്ട് അയാളെ ഇന്ന് വിട്ടതാന്ന് പറയുക, ഇയാളെ ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുക്കുക, ആൾക്കൂട്ടത്തിന് ഇയാളെ ചവിട്ടി മെതിക്കുക, ഇതൊക്കെയാണ് എക്സ്ട്രഡീഷൻ. അതൊന്നും നടക്കുന്ന കേസില്ല. നമ്മളുടെ ട്രീറ്റിയിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ റീസൺസിന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് തന്നെ ട്രീറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾ ക്ലോസ് ചാപ്റ്റർ. ഞാനിപ്പോൾ ഇത് വായിച്ച് ഈ അരിമണിയൊന്നും കുറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്ന് പറഞ്ഞ പോലെ പാട്ടിന് കിടക്കുന്ന കക്ഷിയാണ്. എണ്ണയില്ല, പിണ്ണാക്കില്ല, വൈദ്യുതിയില്ല. അദാനി കടം കൊടുക്കൽ നിർത്തി. എന്നിട്ടും 25% ഇലക്ട്രിസിറ്റിയോ മറ്റോ കൊടുക്കുന്നുണ്ട് അദാനി. കാരണം ഒരുത്തനെ കംപ്ലീറ്റ് ഇരുട്ടിലാക്കി കളയരുതല്ല. ഇതാണ് ബംഗ്ലാദേശിൻ്റെ നില. അവിടെ റോഡിൽ ചുമ്മാ പിള്ളേർ തോക്കും കൊണ്ട് തെക്കൂടെ കിടന്ന് കണ്ണി കണ്ടവനെയൊക്കെ വെടിവെക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. IS, അൽ ഖൈദ, ഈ ദുർഭൂതങ്ങളെ മുഴുവൻ, ഇസ്ലാമിക് ടെററിസ്റ്റിനെ മുഴുവൻ ഈ മുഹമ്മദ് യൂനുസ് ജയിൽ തുറന്നങ്ങ് വിട്ടിരിക്കുക. അമേരിക്കയിൽ ഇയാൾ പൊതുമാപ്പ് കൊടുത്തു 1500 1600 പേർക്ക്. അത് കൊടുത്തത് എങ്ങനെയാണ്? അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തു, കസേരയിൽ വന്നിരുന്നു, ഓർഡർ അടിച്ച് ടൈപ്പ് ചെയ്ത് അയാൾ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ ഓർഡർ ജയിലിലേക്ക് പോകും, ഇവരെ തുറന്നു വിടും. ജനാധിപത്യ രീതിയാണ്. ഈ മുഹമ്മദ് യൂനുസ് ആരെ ആൾക്കാരെ തുറന്നു വിടാനായിട്ട്? ഇയാളെ ആരെ തിരഞ്ഞെടുത്ത്? ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ദിസ് മുഹമ്മദ് യൂനുസ്? ഇല്ലേ? എന്നിട്ട് വാചകം അടിക്കുന്നു. ഇവൻ്റെ വാലിൽ തീ പിടിച്ച പോലെ അപ്പുറത്തുനിന്ന്
ബർമ്മയിൽ നിന്ന് അരക്കൻ ആർമി, എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ കുറേ കക്ഷികളുണ്ട്. ആരാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ മേലാത്ത സാധനം. ബർമ്മക്കാരാണോ? അല്ല. എന്നാൽ അല്ലേ? ആണ്. ഇങ്ങനെയുള്ള ചരക്കാണ് അരക്കൻ ആർമി. അരക്കൻ ആർമി ചൊറിഞ്ഞു വന്നിട്ട് ബംഗ്ലാദേശിൻ്റെ 3 കപ്പലടിച്ചു മാറ്റി. സാമഗ്രികളുമൊക്കെ ആയിട്ട് കടലിൽ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കടലിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അരക്കൻ ആർമി പിടിച്ചെടുത്തിട്ട് അവരുടെ ജെട്ടിയിൽ കൊണ്ടുപോയി അടുപ്പിച്ചു. വെസൽ എന്നാണ് പറയുന്നത്. വലിയ കപ്പലായിരിക്കില്ല, ചെറുതല്ല. ബംഗ്ലാദേശിൻ്റെ കയ്യിൽ എന്താ ഇത്ര വലിയ കപ്പലിരിക്കും. അപ്പോൾ 4 പിടിച്ചു, 3 പിടിച്ചു എന്നൊക്കെ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് അരക്കൻ ആർമി നെഗോഷിയേറ്റ് ചെയ്യണം ബംഗ്ലാദേശുമായിട്ട്. ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, 3 കപ്പൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, 2 കപ്പൽ തിരിച്ചു തരാം, കൊണ്ടുപോകും. 1 കപ്പൽ തിരിച്ചു തരണമെങ്കിൽ അതിലുള്ള ചരക്കിൻ്റെ വില എത്രയാണോ അതിൻ്റെ 10% ഞങ്ങൾക്ക് തരണം. അതെന്ത് മര്യാദ? 10% ഞങ്ങളുടെ കടൽ നിങ്ങൾ ക്രോസ് ചെയ്യുന്നതിനുള്ള ചുങ്കം. നിൻ്റെ കടലോ? നീ ആരടാ? ഞാൻ ആരാടൊക്കെ ചേട്ടൻ കണ്ടില്ലേ? കപ്പൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, തിരിച്ചു തരില്ല ഞാൻ. ഇതാണ് അരക്കൻ ആർമി. അരക്കൻ ആർമിക്ക് ഇപ്പോൾ അവിടെ ഒരു റൈൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടെ ഒരു രാജ്യം വേണം അവർക്ക്. എൻ്റെ ദൈവമേ, എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ അവർ പറയുന്നത് ബർമ്മയുടെ ഒരു കഷ്ണം, ബംഗ്ലാദേശിൻ്റെ ഒരു കഷ്ണം ഒക്കെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം. റൈൻ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അത് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് അനൗദ്യോഗികമായിട്ട്. അപ്പോൾ അത് സ്ഥാപിച്ചു എന്നുള്ളതിന് തെളിവ് വേണ്ടേ? ആ തെളിവിനാണ് ഇവർ ഈ ഡ്യൂട്ടി ചുമത്തുന്നത്. അവരുടേതായ കടലിൽ കൂടെ ബംഗ്ലാദേശിൻ്റെ കപ്പൽ പോകണമെങ്കിൽ അവർക്ക് ചുങ്കം കൊടുക്കണം, ഡ്യൂട്ടി കൊടുക്കണം. ബംഗ്ലാദേശ് നിവൃത്തിയുടെ കപ്പൽ കിട്ടേണ്ട കയ്യിൽ, അതുകൊണ്ട് 10% കാശ് അവർക്ക് കൊടുക്കും. കൊടുത്താൽ ഇത് തെളിവായി, ഞങ്ങളെ നിങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കാശ് തരുന്നത് എങ്ങനെയാണ്? ആ കടലാസിരിക്കുന്നു. മാത്രമല്ല അരക്കൻ ആർമി നിങ്ങൾക്കറിയാമോ? റഷ്യ, ചൈന, ഇന്ത്യ 3 പേർക്കും കത്തയച്ചിട്ടുണ്ട് അരക്കൻ ആർമി. ഞങ്ങളെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം, റൈൻ എന്ന രാജ്യം ആയിട്ട് അംഗീകരിക്കണം. ആരും അതിനോട് പ്രതികരിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഈ അരക്കൻ ആർമി കൊണ്ട് മുഹമ്മദ് യൂനിസിന് കിടക്കപ്രതിയില്ല. പൊട്ടനെ ചെട്ടി തയ്ച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ പോലെ അരക്കൻ ആർമി കയറിയിട്ട് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് പറയാം. ഇത് കൂടാതെ ചരിത്രത്തിലാദ്യമായിട്ട് മുഹമ്മദ് യൂനിസിനെതിരെ ഒരു പ്രകടനം അവിടെ നടത്തിയത് അവാമി ലീഗുകാരാണ്, ഷെയ്ഖ് ഹസീനയുടെ ആൾക്കാരാണ്. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, കഷ്ടിച്ച് 10-20 പേര്. ബട്ട് 20 ഇതുവരെ ഷെയ്ഖ് ഹസീനയുടെ ആൾക്കാർ പുറത്തിറങ്ങിയാൽ വെടിവെച്ച് കൊല്ലുമായിരുന്നുണ്ട്. അതായിരുന്നു അവസ്ഥ. ഇപ്പോൾ അവാമി ലീഗിനൊരു ജാഥ 20 പേരുടെയെങ്കിൽ 20 പേരുടെ ഒരു ജാഥ അവർക്ക് നടത്താനുള്ള തൻ്റെ ഇടമായി കഴിഞ്ഞു. ഇതിനർത്ഥം എന്താണ്? സ്ലോലി ഈ സാധനം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിൽപ്പുണ്ട്. കംപ്ലീറ്റ് ബംഗ്ലാദേശ് ചുറ്റി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിൽക്കുന്നു. ബംഗ്ലാദേശിന് ചുറ്റുമുള്ള നമ്മളുടെ അതിർത്തി വേലി, മുള്ളുവേലി, മുള്ളുവേലി, 3 ലെയറോ 4 ലെയറോ മറ്റോ ആയിട്ടുള്ള വേലി, അത് കുറച്ച് തീരാനുണ്ട്. ബാക്കി അത് വേഗം തീരാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇരട്ടിയാക്കി. അത് ജോലി ചെയ്യുന്ന പലപ്പോഴും BSFകാരാണ്, അല്ല പുറത്തുനിന്ന് തമിഴിനെയോ ബംഗാളിയോ വിളിച്ച് ജോലി ചെയ്യിക്കുന്ന ജോലി അല്ല, അത് പട്ടാളം നേരിട്ട് ചെയ്യുന്ന ജോലിയാണ്. ആ ഫോഴ്സ് ഇരട്ടിയാക്കി. നല്ല കാര്യം. എനിക്ക് മോദിയോട് പറയാനുള്ളത്, ഈ കാര്യത്തിനൊക്കെ 4 ഇരട്ടിയാക്കി കൊടുക്കുന്നു. പടപടയെന്ന് പണി തീരട്ടെ. കമ്പിവേലിയുടെ പണിയല്ലേ, വലിയ കോംപ്ലിക്കേറ്റഡ് സംഗതിയൊന്നും അല്ലല്ലോ. അപ്പോൾ എന്നാൽ കോംപ്ലിക്കേറ്റഡ് ടെറെയിനാണത്. അതുകൊണ്ടാണ് താമസിക്കുന്നത്. വെള്ളം, ചെളി, ചതുപ്പ്, മല, മരം, ഇങ്ങനെയൊക്കെയാണ് അതിർത്തി കിടക്കുന്നത്. ഏകദേശം 96% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു 4% കവർ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. 4% 4%. അത് ഏറ്റവും വേഗം ആ ജോലി തീർത്തിട്ട് നമ്മൾ സ്വസ്ഥരാകുക. ആ കമ്പിവേലിക്ക് അപ്പുറത്ത് എന്ത് വേണമെങ്കിൽ പണ്ടാറടങ്ങിക്കോട്ടെ, നമുക്കിതിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളെ തൊട്ടവനെ ആ സെക്കൻഡിൽ തട്ടുമെന്നും പ്രഖ്യാപിക്കുക. ഇതല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഭൂലോകത്തെ എല്ലാ തലവേദന എടുത്ത് നമുക്ക് തലയിൽ വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു പ്രശ്നം വരും. ബംഗ്ലാദേശിലെ മൈനോറിറ്റിയെ എന്ത് ചെയ്യും? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, ശരിയാണ്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വരാൻ തയ്യാറായിട്ട് ആരും നിൽപ്പില്ല. ആരെങ്കിലും ഗേറ്റിൽ വന്ന് തള്ളി തുറന്ന് എന്നെ എടുക്കണേ ചേട്ടാ, എന്നെ ഇവിടെ തല്ലി വശക്കേടാക്കി ഇട്ടിരിക്കുകയാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവർ പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധം അമേരിക്കയിൽ അലയൊലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ
മുഹമ്മദ് യൂനിസിന് ചെറിയൊരു വിളിവ് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ ഹിറ്റ് ലിസ്റ്റിലാണ് മുഹമ്മദ് യൂനിസ്. എത്ര കാലം മുഹമ്മദ് യൂനിസ് അവിടെ വാഴും എന്ന് അമേരിക്കയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് അറിയാം, ഡൊണാൾഡ് ട്രംപിന് അറിയാം. പുള്ളി വലിയ പരിപാടികളാണെന്നേ. പുള്ളി ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി. പാനമ കനാൽ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അത് തിരിച്ചു പിടിക്കാനായിട്ട് അതിനുള്ള ഏർപ്പാട്. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഈ പ്രസവിച്ച് അമേരിക്കൻ പൗരത്വം വാങ്ങുന്ന ട്രിക്കുണ്ടായിരുന്നു കുറേ കാലമായിട്ട്. അത് പുള്ളി അങ്ങ് നിരോധിച്ചു. ഇങ്ങനെയൊക്കെ മറ്റേ അതുകൂടാതെ ഇതും പറഞ്ഞു, ആണും പെണ്ണും രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ ഇവിടെ, വേറെ ഇല്ലേ എന്ന് പറയും. അപ്പോൾ വേറെ ഉള്ളത് കേട്ടെ, അതൊന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ്, ആ കാറ്റഗറിയിൽ പെടുത്തുക, കഴിഞ്ഞു. ഇതാണ് ട്രംപ് പോകുന്ന പോക്ക്. അപ്പോൾ അതിൽ ബംഗ്ലാദേശ് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല പുള്ളിക്ക്. പുള്ളിയുടെ മെയിൻ അജണ്ട എടുത്തു കഴിയുമ്പോൾ ബംഗ്ലാദേശിന് ഒരു 110-ാമത്തെ 120-ാമത്തെ സ്ഥാനമൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കി ബംഗ്ലാദേശ് എന്താണ് അവിടെ പ്രശ്നം? അത് ചേട്ടാ ഇങ്ങനെ മുഹമ്മദ് യൂനിസ്, ആര്, നമ്മുടെ മുഹമ്മദോ, മറ്റേ ഹിലരി ക്ലിൻ്റൻ്റെ, അതെ അതെ, അവൻ നോബൽ സമ്മാനമൊക്കെ മേടിച്ചവനല്ലേ, ആണ് ചേട്ടാ, അവനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കിടന്ന് വളയുന്നത്. അത് ശരി, അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ പണി കൊടുത്തിരിക്കും. കാരണം ഈ മുഹമ്മദ് യൂനിസിനെ കൊണ്ടു കിടന്നത് തന്നെ അമേരിക്കയാണ്. അവന് താഴെ ഇടാൻ അവർക്ക് വലിയ നേരമൊന്നും വേണ്ട. നിങ്ങളെന്താ ഈ താലിബാൻ എന്ന് പറയുന്ന പ്രേതമുണ്ടല്ലോ അഫ്ഗാനിസ്ഥാനിലെ, ഈ പ്രേതത്തെ ഉണ്ടാക്കിയത് ആരാ? അമേരിക്കയാണ്. റഷ്യ അവിടെ കയറി അവിടെ നജീബിന് അധികാരം കൊടുക്കുകയോ ബൈ പ്രോക്സി റഷ്യ അവിടെ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കുഴപ്പത്തിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത ഇസ്ലാമിക വികാരം ഊതിപ്പെരുപ്പിച്ച് അങ്ങനെയാണ് താലിബാൻ ഉണ്ടാകുന്നത്. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അമേരിക്കയ്ക്ക് താലിബാനെ ഉണ്ടാക്കാനറിയാം, പിന്നെ അവരെ കൊല്ലാനറിയാം, ഒക്കെ ചെയ്യാൻ അവർക്ക് സാമർഥ്യമുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് യൂനിസിനെ അവരുണ്ടാക്കും, ഇല്ലാതാക്കും. ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലയെ ഉണ്ടാക്കിയെന്ന് കേട്ടില്ലേ? ഭിന്ദ്രൻവാലയെ ഉണ്ടാക്കിയതും ഇന്ദിരാഗാന്ധി, ഭിന്ദ്രൻവാലയെ കൊന്നുകളഞ്ഞതും ഇന്ദിരാഗാന്ധി. അവസാനം ഭിന്ദ്രൻവാലയുടെ ആൾക്കാർ ഇന്ദിരാഗാന്ധിയെയും കൊന്നു. വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? ഏതായാലും വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് യൂനിസ് നേരിട്ട് വാളെന്ന് പുള്ളിയെ മുഹമ്മദ് യൂനിസ് പറയുകയാണ്, ഞാനിവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി പ്രഖ്യാപനം നടത്തി. ഞാൻ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യില്ല. പുനഃസ്ഥാപിക്കടോ ദേവസ്വം എത്രയായി താനോട് നിരങ്ങുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ മീഡിയയുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് കേട്ടോ. പാവം, അവർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. 600 പേര് കേസിലാണ് ബംഗ്ലാദേശിലെ മീഡിയയിൽ. 296 പേര് ജയിലിലാണെന്ന് പറയപ്പെടുന്നു. പിന്നെ 6 പത്രങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മുഹമ്മദ് യൂനിസിൻ്റെ പത്രസ്വാതന്ത്ര്യം. സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ഞാനോർത്ത് ഈ മനുഷ്യൻ കുത്തിത്തിരിപ്പിനുള്ള നോബൽ സമ്മാനമാണെങ്കിൽ കൊടുക്കാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കും. ഇപ്പോൾ അങ്ങേര് പത്രലേഖകരുടെ അടക്കം ഇത് കേസാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സർക്കുലറും ഇറക്കിയിരിക്കുന്നു. അത് മിലിറ്ററിയോ മറ്റോ ഇറക്കിയതാണ്. ബംഗ്ലാദേശിനെതിരെ ആരും സംസാരിച്ചുകൂടാ, അങ്ങനെ സംസാരിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും. എൻ്റെ ദൈവമേ, മോദി എങ്ങാനും ഭാരതത്തിനെതിരെ ആരും സംസാരിച്ചുകൂടാ, അതൊരു കുറ്റമാണ് എന്നൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും വഴി നടത്തുമോ കേരളത്തിലെ മാധ്യമങ്ങൾ? ബാക്കി മാധ്യമങ്ങൾ പോട്ടെ, ലോകം മൊത്തം ഉള്ളത് പോട്ടെ, ഈ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ നമ്മളെ തല്ലിയില്ലേ വഴിയിലിട്ടിട്ട്? തല്ല് ഉറപ്പാണ്. ബട്ട് ബംഗ്ലാദേശിലായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ കൂട്ടത്തിൽ 100-300 പേരുടെ പേരിൽ കേസും 10-600 പേര് അറസ്റ്റും ബഹളവും ഒക്കെ നടക്കുകയാണ് അവിടെ എന്നൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടേ പൊന്നെ. KUWJ അവർ അഖില ലോക പ്രശ്നങ്ങളൊക്കെ എടുക്കും. കേട്ടില്ലേ? ആമസോൺ കാർഡുകൾക്ക് തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങുന്നവരാ. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇവിടെ ആരെങ്കിലും ഒരു ജേർണലിസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടനെ കേസായി ബഹളമായി അയ്യോ. എന്നാൽ
ഇവരൊക്കെ കൂടെ അമേരിക്കയിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവാർഡ് മേടിക്കുന്നതാണ്. ഈ അവാർഡ് വിൽക്കുന്ന കടയോ വല്ലതും ഉണ്ടോ അമേരിക്കയിൽ? അപ്പോൾ വെറുതെ കൊടുക്കുന്നതാണോ? എന്ത് വാങ്ങിക്കോട്ടെ. ഇങ്ങനെ ആഗോളതലത്തിൽ പറക്കുന്ന ആൾക്കാർ ബംഗ്ലാദേശിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പരാതി. നിങ്ങൾ പറയാത്തത് എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. മുഹമ്മദ് യൂനിസിനെതിരെ പറയാൻ നിങ്ങളുടെ നരേറ്റീവ് നിങ്ങളെ അനുവദിക്കുന്നില്ല. ഇതാണ് മുഹമ്മദ് യൂനിസ് പരമദുഷ്ടനും ഹിലരി ക്ലിൻ്റൺ ഫൗണ്ടേഷൻ്റെ കയ്യിൽ ഒരു കളിപ്പാവയുമാണ് എന്ന് തുറന്നു പറയാൻ ചങ്കൂറ്റം മലയാള മാധ്യമങ്ങൾക്ക് ഇല്ല. അതൊരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അതൊരു കാര്യമാണ്, അതൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് അത് വിടാം. ഞാൻ ഇത്രയുമൊക്കെ കുഴപ്പത്തിൽ നിൽക്കുന്ന മുഹമ്മദ് യൂനിസാണ് ഷെയ്ഖ് ഹസീനെ ഞാൻ തിരിച്ചു വെക്കാനായിട്ട് ശപഥം എന്ത് ചെയ്യുമെന്ന് പറയും. ആർക്കെന്ത് ശപഥവും ചെയ്യാം. മാനമിടിഞ്ഞു വീണാൽ നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് എനിക്ക് ശപഥം ചെയ്യരുതോ? ചെയ്യാം. കാരണം എനിക്കറിയാം മാനം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതുകൊണ്ട് ശപഥം ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. അതുപോലെ മുഹമ്മദ് യൂനിസിനറിയാം എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഞാൻ അധികകാലം ബംഗ്ലാദേശിൽ വാഴാൻ പോകുന്നില്ല. വയസ്സുകാലത്ത് ജയിലിലാവാതെ എങ്ങനെയെങ്കിലും മുങ്ങാൻ പറ്റുമെന്നാണ് ആ മനുഷ്യൻ സോറോസിനോടും ഹിലരി ക്ലിൻ്റനോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിൻ്റനും ഹിലരി ക്ലിൻ്റനും ഒബാമയും ഒക്കെ കൂടെ കൈയും കാലും ഒക്കെ പിടിച്ച് ട്രംപിനോട് ചിലപ്പോൾ പറയും, എൻ്റെ പൂഞ്ഞു ചേട്ടാ വയസ്സുകാലത്ത് അങ്ങേര് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, ഒരു കാര്യം ചെയ്യും, അവനോട് നാട് വിടാൻ പറ, എങ്ങോട്ടെങ്കിലും പോകാൻ പറ. എവിടെ പോകുന്നത്? വല്ല ഗ്രീൻലാൻഡിലോ റെഡ് ലാൻഡിലോ എവിടെയെങ്കിലും പോകാൻ, ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. പിന്നെ ഈ പണ്ടത്തേക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം മുഹമ്മദ് യൂനിസിനെ. ഇതാണ് മുഹമ്മദ് യൂനിസിൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ ഇന്ത്യയെ പേടിപ്പിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ തിരിച്ചു പറഞ്ഞാലേ ഞാൻ കാണിച്ചു തരാം. ലോകരാഷ്ട്രങ്ങളിൽ ഞാൻ സമ്മർദ്ദം ചെലുത്തും. അവിടെ പോയി സമ്മർദ്ദം ചെലുത്താൻ ചെയ്യും. ട്രംപിനെ ഈ മുഹമ്മദ് യൂനിസ് വിചാരിച്ചാൽ ട്രംപിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ? അങ്ങനെ ഒരു കൈവണ്ണമില്ലേ ഈ മനുഷ്യനുള്ളൂ. എന്ത് സമ്മർദ്ദം ചെലുത്താൻ പോവുക? അവിടെ ഇങ്ങനെ അടിച്ചതിനകത്ത് കയറ്റില്ല. ബീഡൻ്റെ ഒരു കരുവാക്കിയിട്ട് ബീഡൻ വിട്ടു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ബീഡൻ ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രാണം കളയാൻ പോകുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ബംഗ്ലാദേശിന് തന്നെ വലിയ പിടിപാടൊന്നുമില്ല. പിന്നെ നമ്മളെന്ത് പറയാനാണ്? താങ്ക് യു.